നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കുന്നത് ഒരു ക്ലാസ് തന്നെയാണ്. ആ ക്ലാസ്സിലേക്കാണ് എല്ലാവർക്കും സ്വാഗതം പറയുന്നത്. ഈ ക്ലാസ് ഒരുപക്ഷെ നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം നിങ്ങൾ കണ്ടിരിക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് അതാണ്, കുറെ സ്റ്റേറ്റ്മെന്റുകൾ സ്ക്രീനിൽ പ്രദർശിപ്പിച്ച് വായിച്ചു വിടുന്നതിനെയാണ് നിങ്ങൾ ക്ലാസ് എന്ന രീതിയിൽ കണക്കാക്കിയിരിക്കുന്നത്. ആ ക്ലാസ്സും ഈ ക്ലാസ്സും തമ്മിൽ താരതമ്യം ചെയ്യരുത്. ഇത് പഠിച്ചു പഠിപ്പിക്കുന്നതാണ്, മറ്റത് നോക്കി വായിക്കുന്നതാണ്. അത്രയുള്ള വ്യത്യാസം. അപ്പോൾ ഈ ഒരു ക്ലാസ് നമ്മൾ എടുക്കുന്നത് എന്താണ്, ലാൻഡ് മാർക്ക് ജഡ്ജ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പൗരന്മാരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഒരുപാട് തർക്കങ്ങൾ ഈ നാട്ടിൽ വന്നിട്ടുണ്ട്. സുപ്രീം കോടതി അതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി സുപ്രധാനമായിട്ടുള്ള വിധിന്യായങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ പരമപ്രധാനമായിട്ടുള്ള ഒരു കേസ്, അതാണ് നമ്മൾ ഇന്ന് ആദ്യം പഠിക്കുന്നത്. ആ കേസ് നമ്മൾ പഠിക്കേണ്ടതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ആ കേസ് ഒരു മലയാളിയുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ്. ഇന്ത്യൻ പാർലമെന്റിലെ അനൌദ്യോഗിക പ്രതിപക്ഷ നേതാവ്, ആദ്യത്തെ അനൌദ്യോഗിക പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യ നേതാവായിരുന്ന AKG എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന AK ഗോപാലനും മദ്രാസ് ഗവൺമെന്റും തമ്മിലുള്ള കേസാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പഠിക്കുന്നത്. ആ കേസ് അറിയപ്പെടുന്ന പേര് നമുക്കറിയാം, എന്താണ്? AKG അല്ലെ, 3 അക്ഷരങ്ങളിലാണ് AKG അറിയപ്പെടുന്നത്. AKG വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്നാണ് നമ്മൾ പറയുന്നത്. മദ്രാസ് നമുക്കറിയാം, കാര്യം എന്താണ്? മദ്രാസ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം നമ്മുടെ മലബാർ എന്ന് പറഞ്ഞ ഒരു മേഖല നമുക്കറിയാം. മലബാറും തിരുക്കൊച്ചിയും തിരുവിതാംകൂറും സംയോജിച്ചാണ് 1956 കേരളം എന്നുള്ള സംസ്ഥാനം രൂപം കൊണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ 1956 വരെ കേരള സംസ്ഥാനം ഇല്ലായിരുന്നു. കേരള സംസ്ഥാനം എന്ന് പറയുന്ന തിരുവിതാംകൂർ എന്ന് പറഞ്ഞൊരു നാട്ടുരാജ്യം, അതേപോലെ കൊച്ചി എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യം, ഇത് രണ്ടുമായിരുന്നു. പിന്നീട് 1949 ഇത് യോജിച്ച് ചേർന്ന് തിരുക്കൊച്ചി എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഉണ്ടായി. എന്നാൽ അപ്പോഴും മലബാർ എന്ന് പറയുന്ന പ്രദേശം, മലയാളികൾ ബഹുഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമായിട്ടുള്ള നമ്മുടെ വടക്കൻ കേരളം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ മലബാർ മദ്രാസ് എന്ന സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. AK ഗോപാലൻ ഇവിടുത്തുകാരനാണ്, മലബാറുകാരനാണ്. 1936 പട്ടിണി ജാഥയൊക്കെ നയിച്ച് മദ്രാസിലേക്ക് പോയ ആ നേതാവാണ് AKG എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ AKGയുടെ നേതൃത്വത്തിൽ അവിടെ ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ AKG പലപ്പോഴും എന്താണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടിരുന്ന പാർട്ടിയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നിരോധിക്കപ്പെട്ട പാർട്ടി എന്ന് വെച്ചാൽ രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യുന്ന പാർട്ടിയാണ്. അങ്ങനെയുള്ള ആളുകളെ പിടിച്ച് അകത്തിടുന്നതിനൊരു നിയമമുണ്ട്, അതാണ് കരുതൽ തടങ്കൽ നിയമം എന്ന് പറയും. അങ്ങനെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് AKG ജയിലിലാണ്. ഏത് നിയമപ്രകാരമാണ് AKG PD ആക്ട് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. PD ആക്ട് നമുക്കറിയാം, പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട് എന്ന് പറയുന്ന നിയമമാണ്, കരുതൽ തടങ്കൽ നിയമമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു PD ആക്ട് ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ള PD ആക്ട് ആണ്. വിചാരണ തടവുകാരനിട്ട് ഇങ്ങനെ കഴിയുകയാണ്. 1950 അത് PD ആക്ട് എന്ന പേരിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള PD ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1947 മുതൽ AK ഗോപാലൻ എന്നുള്ള AKG മദ്രാസിൽ ജയിലിൽ കഴിയുകയാണ്. അദ്ദേഹത്തിന്റെ കേസ് വിചാരണയ്ക്ക് വിളിക്കുന്നു. എന്നാൽ ശിക്ഷാ കാലാവധി ഒന്നും പറയാതെ എന്താണ്, വിചാരണ തടവുകാരനായിട്ട് ഇങ്ങനെ അദ്ദേഹത്തെ എന്താണ് ജയിലിൽ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ നിയമം അനുശാസിക്കുന്ന രീതിയിൽ മൗലിക അവകാശങ്ങളെ പറ്റി ബോധവാനായിട്ടുള്ള AK ഗോപാലൻ തീരുമാനിച്ചു, അദ്ദേഹത്തിന്റെ മൗലിക അവകാശങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരു പൗരൻ എന്ന നിലയിൽ മറ്റ് പൗരന്മാരുമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് സാമ്യങ്ങളുണ്ട്. എനിക്കുള്ളതുപോലുള്ള അവകാശം നിങ്ങൾക്കുമുണ്ട് എന്ന് പറഞ്ഞ ഇക്വാളിറ്റി എന്ന് പറയുന്നതാണ് ഒന്നാമത്തേത്, അല്ലെ? അതാണ് ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത്, ഇക്വാളിറ്റി, അല്ലെ? ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്നും നിയമം എല്ലാവർക്കും തുല്യ സംരക്ഷണം കൊടുക്കുന്നു എന്നും പറയുന്ന ആർട്ടിക്കിളാണ് 14. പക്ഷെ AKGയെ സംബന്ധിച്ച് നോക്കിയാൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം മറ്റുള്ളവരുമായിട്ട് സമന്മാരല്ല. മറ്റുള്ളവർ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുമ്പോൾ, പുറത്തിറങ്ങി നടക്കുമ്പോൾ AKG ജയിലിനകത്താണ്. മറ്റുള്ളവരെ നിയമം പൊന്നുപോലെ സംരക്ഷിക്കുമ്പോൾ AKG പിടിച്ച് ജയിലിനകത്ത് ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് AKG പറഞ്ഞു, എന്റെ ആർട്ടിക്കിൾ 14 ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല AKG പറഞ്ഞത് എന്താണ്? ആർട്ടിക്കിൾ 19 എന്താണ്? എ സെറ്റ് ഓഫ് ബേസിക് ഫ്രീഡം എന്ന് നമ്മൾ പറയാം. അടിസ്ഥാന സ്വാതന്ത്ര്യമാണ്, അല്ലെ? നമുക്കറിയാം, എന്തായിരിക്കാം, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അതിലുണ്ട്, അല്ലെ? അതേപോലെ എന്താ, ഒരുപാട് അവകാശങ്ങൾ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്. പിന്നെയോ ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ് ഉണ്ട്. പിന്നെയോ ഫ്രീഡം ടു ഫോം യൂണിയൻ ഓർ അസോസിയേഷൻ ഉണ്ട്. പിന്നെയോ ഫ്രീഡം ടു മൂവ് എനിവെയർ ഇൻ ഇന്ത്യ ഉണ്ട്, അല്ലെ? പിന്നെ പറയുന്ന കാര്യം എന്താണ്? ഫ്രീഡം ടു സെറ്റിൽ എനിവെയർ ഇൻ ഇന്ത്യ പറയുന്നുണ്ട്. പിന്നെ പറയുന്ന കാര്യം എന്തായിരുന്നു? അതാണ് ഫ്രീഡം ടു ഹാവ് എനി ഓക്കുപ്പേഷൻ, ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഈ പറയുന്ന അവകാശമെല്ലാം ഉള്ള AKGയെ സഞ്ചരിക്കാൻ വിടാതെ
ഒരു തൊഴിലെടുക്കാൻ വിടാതെ, ഇഷ്ടമുള്ളിടത്ത് താമസിക്കുവാൻ വിടാതെ, ഇഷ്ടപ്പെട്ട സംഘടനയിൽ പ്രവർത്തിക്കുവാൻ വിടാതെ, ഇഷ്ടമുള്ള സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുവാൻ അനുവദിക്കാതെ, അഭിപ്രായം പുറത്തു പറയുവാൻ അനുവദിക്കാതെ ജയിലിനകത്ത് പിടിച്ചിട്ടിരിക്കുകയല്ലേ. അപ്പോൾ AKGയുടെ ഏത് അവകാശം പോയി? ആർട്ടിക്കിൾ 19 എന്ന് പറയുന്ന അവകാശവും പോയി. വീണ്ടും AKG പറഞ്ഞു, എന്റെ ആർട്ടിക്കിൾ 21 കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 നമുക്കറിയാം എന്തായിരിക്കാം? റൈറ്റ് ടു ലൈഫ്, അല്ലെ റൈറ്റ് ടു ലൈഫ് ഡിഗ്നിഫൈഡ് ലൈഫാണ്. അന്തസ്സോടുകൂടി, അഭിമാനത്തോടുകൂടി, സ്വതന്ത്രമായിട്ട് അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഈ നാട്ടിൽ ജീവിക്കാനുള്ള നമ്മുടെ അവകാശം ഉണ്ടല്ലോ, അവകാശമാണ് ജീവിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 21. AKGക്ക് അതുണ്ടോ? ഇല്ല. AKGയെ മദ്രാസ് ഗവൺമെന്റ് കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് പിടിച്ചകത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ AKGയുടെ സ്വതന്ത്രമായിട്ടും അതേപോലെ തന്നെ അന്തസ്സോടുകൂടിയും ജീവിക്കുവാനുള്ള അവകാശം നഷ്ടപ്പെട്ടു. ജയിൽ പുള്ളിയല്ലേ? ജയിൽ പുള്ളിയെ സമൂഹം കാണുന്നത് എങ്ങനെയാണ്? ആ രീതിയിലായി. അപ്പോൾ AKGയുടെ 3 അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഈ 3 അവകാശങ്ങളെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു പേരുണ്ടെന്ന്, ഗോൾഡൻ ട്രയാങ്കിൾ, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലെ 3 രത്നങ്ങൾ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 14, 19, 21 എന്ന് പറയുന്നത്. അപ്പോൾ AKG പറഞ്ഞു, എന്റെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്, എനിക്ക് നാച്ചുറൽ ജസ്റ്റിസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നാച്ചുറൽ ജസ്റ്റിസ് നമുക്കറിയാം എന്താണ്? ഹിയർ, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനായിട്ട് നീതിപീഠം സന്നദ്ധരാവണം. അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. AKG പറയുന്നത് കേൾക്കുന്നില്ല, അല്ലെ? പിന്നെയോ AKGക്ക് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്താണ് ഈ സർക്കാർ എടുത്തിരിക്കുന്നത് എന്നറിയാനുള്ള അവകാശമുണ്ട്. അതും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെയാണ് നാച്ചുറൽ ജസ്റ്റിസിൽ പറയുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ അവകാശങ്ങൾ, സ്വാതന്ത്ര്യവും ഫണ്ടമെന്റൽ റൈറ്റ്സും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഇത് കാണിച്ചുകൊണ്ട് മദ്രാസ് ഗവൺമെന്റിനെ, മദ്രാസിലെ ഹൈക്കോടതിയിൽ എന്ത് ചെയ്തു? ഒരു പരാതി കൊടുത്തു. ആ പരാതി എന്ത് ചെയ്തു? മദ്രാസ് ഗവൺമെന്റ് കാര്യമായ രീതിയിൽ പരിഗണിച്ചില്ല. അതിൽ AKG പരാജയപ്പെട്ടു. AKG എന്ത് ചെയ്തു? ഉടൻ തന്നെ ഇന്ത്യൻ ഭരണഘടനയിലെ പ്രതിസന്ധികൾ വരുമ്പോൾ, അല്ലെ, ഒരു പ്രതിവിധി എന്ന നിലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ ഉണ്ടല്ലോ, ഏതാണ്? ഒരു സാധാരണ പൗരനെ രാഷ്ട്രത്തിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ടല്ലോ, ആർട്ടിക്കിൾ 32. ഈ 32 സബ് ക്ലോസ് 1 ഉണ്ട്, നമുക്കറിയാം. അതാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഹേബിയസ് കോർപ്പസ്. ആ ഹേബിയസ് കോർപ്പസ് പ്രകാരം എന്ത് ചെയ്തു? സുപ്രീം കോടതിയിൽ AKGയുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊരു പൗരനും സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കുവാനായിട്ട് സാധിക്കുന്ന ആർട്ടിക്കിളാണ് ഈ ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. അതുപ്രകാരം AKG എന്ത് ചെയ്തു? നേരിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചു. അങ്ങനെ സുപ്രീം കോടതി ഈ കേസ് 1950 ഡിസംബർ മാസം 15-ാം തീയതി എന്ത് ചെയ്തു? ഈ കേസിന്റെ വാദം കേട്ടു. നമ്മുടെ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന്റെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഹരിലാൽ ജെ കനിയ എന്ന് പറയുന്ന വ്യക്തി. ഹീരാലാൽ ജെ കനിയ എന്ന് പറയാറുണ്ട്. നമ്മൾ HJ കനിയ എന്ന് പറയുന്ന ആളായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ഈ HJ കനിയ ഉൾപ്പെടുന്ന ബെഞ്ചാണ് ഈ കേസ് കേട്ട് വിധി പറഞ്ഞത്. അവർ പറഞ്ഞ കാര്യം എന്തെന്ന് നമുക്കറിയാം. അതായത് ഒരു ഭരണകൂടത്തിന് ഒരു പൗരന്റെ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഹനിക്കുവാനായിട്ട് ഏകപക്ഷീയമായിട്ട് ഒരു അധികാരവും ഇല്ല. അതായത് മദ്രാസ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഗവൺമെന്റിനെ ഏകപക്ഷീയമായിട്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പൗരന്റെ അവകാശങ്ങളെ ഹനിക്കുവാനോ നഷ്ടപ്പെടുത്തുവാനോ നശിപ്പിക്കുവാനോ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ മറ്റൊന്നും കൂടി പറഞ്ഞു. എന്താണ് ഈ പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് വെച്ചാൽ? എന്താണെന്ന് കൂടി പറഞ്ഞു. അതെന്ന് വെച്ചാൽ കരുതൽ തടങ്കലാണ്. അതായത് അറസ്റ്റ് വാറന്റ് ഇല്ലാതെ, കോടതി വിചാരണയില്ലാതെ ഒരു വ്യക്തിയെ എത്ര കാലം വേണമെങ്കിലും കരുതൽ തടങ്കലിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു വ്യവസ്ഥയാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട് എന്ന് പറയുന്നത്. AKG ചോദ്യം ചെയ്തത് ഈ പ്രിവെന്റീവ് ഡിറ്റൻഷന്റെ സാധുതയാണ്. പക്ഷേ AKGക്ക് അനുകൂലമായിട്ടല്ല ഈ കേസ് വന്നത്. പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു നെസസറി ഈവിൽ ആണ് എന്ന് പറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ വിധിന്യായം അവസാനിച്ചത്. അതായത് ഒരു രാഷ്ട്രത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും തടസ്സം വയ്ക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കുവാനായിട്ടുള്ള നിയമമാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട്. അതായത് രാജ്യദ്രോഹമാണ് പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ രാജ്യദ്രോഹ കുറ്റം ചെയ്ത ആ വ്യക്തിയെ അറസ്റ്റ്, കരുതൽ വിചാരണ എന്നിവയ്ക്ക് കൂടാതെ എന്ത് ചെയ്യാൻ പറ്റും? കരുതൽ തടങ്കലിൽ വയ്ക്കാനായിട്ട് സാധിക്കുമെന്ന രീതിയിൽ തന്നെയാണ് ഇത് പറഞ്ഞത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് AKG പരാജയപ്പെടുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇത് പ്രിവെന്റീവ് ഡിറ്റൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് AKGയും ആരുമായിട്ട്, സ്റ്റേറ്റ് ഓഫ് മദ്രാസുമായിട്ട് നടന്ന ഒരു കേസാണ്. ഈ കേസിൽ AKG ചോദ്യം ചെയ്തത് അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ 14, 19, 21 എന്നിവ ഹനിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു പൗരൻ എന്ന നിലയിലുള്ള പ്രധാനപ്പെട്ട അവകാശങ്ങൾ ഹനിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഈ കേസ് അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയത് ഹേബിയസ് കോർപ്പസ് എന്ന രീതിയിൽ തന്നെയാണ്.
ഇത് കേട്ടിട്ട് കോടതി പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. രണ്ട് കാര്യങ്ങളിൽ ഒന്നോർക്കുക, ഭരണകൂടത്തിന് ഏകപക്ഷീയമായിട്ട് ഒരാളുടെ അവകാശങ്ങൾ ഹനിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ മറ്റൊന്നും കൂടി പറഞ്ഞു, ഒരു വ്യക്തി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ രാജ്യദ്രോഹമായിട്ട് കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളെ എന്ത് ചെയ്യാൻ പറ്റും, കരുതൽ തടങ്കൽ എന്ന രീതിയിൽ തടവറയിൽ സൂക്ഷിക്കുവാനും പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ AKG ചെയ്തിരുന്നത് രാജ്യദ്രോഹ പ്രവർത്തനമായിട്ടാണ് അന്ന് സുപ്രീം കോടതി വിലയിരുത്തിയിരുന്നത്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം തടങ്കലിൽപ്പെട്ടതാണോ? കലാന്തരത്തിലും സംഭവിച്ചു. നമുക്കറിയാം, ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ്, അനൌദ്യോഗിക പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം മാറ്റപ്പെടുകയും ഒക്കെ ചെയ്ത കാര്യം നമുക്കറിയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇതേപോലുള്ള ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാവുന്നതാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയുന്നു, നമ്മുടെ ഭാസിസ് അക്കാഡമി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് ഓൺലൈനിലായിട്ടും ഓഫ്ലൈനിലായിട്ടും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്കോ ക്ലാസ്സിലേക്കോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ 9846183166 എന്ന നമ്പറിൽ വാട്സപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് ചെയ്ത് നമ്മുടെ ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓൾ ദ ബെസ്റ്റ്.